ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ ദേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. നമുക്കിത് ചപ്പാത്തി, പൊറോട്ട, എന്തിന് ചോറിന് വരെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. ഇതുവരെ പനീർ ബട്ടർ മസാല തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ദേ ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. 750 ഗ്രാമിൻ്റെ 2 പനീറാട്ടോ എടുത്തത്. അപ്പോൾ നമുക്കിത് എന്താ പറയുക, ക്യൂബ്സ് ആയിട്ടും കിട്ടും, അല്ലാണ്ട് ഇതുപോലെയും കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്യൂബ് സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിന് മുമ്പ് ഞാൻ പനീർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും, ക്യൂബ് സൈസിലും കിട്ടും, അല്ലാതെ ഇതുപോലെയും കിട്ടും. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തത്, കണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇതേ അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. നമ്മൾ പനീർ ബട്ടർ മസാല ആയതുകൊണ്ട് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ ചേർത്തെടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇനിയിപ്പം ഫ്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നു മാത്രം. 2 ഭാഗവും ജസ്റ്റ് ഒരു കളറൊന്ന് ചേഞ്ച് ആവുന്നവരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ പനീർ 2 ഭാഗവും ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. പനീർ മുഴുവനായിട്ടും എടുത്ത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിതിൽ സവാള ചേർക്കാം. ഞാൻ നീളത്തിലാണ് അരിഞ്ഞത്. 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം സൈസ് വലുപ്പമുള്ളതാണ്. അതിലേക്കൊരു 3 വറ്റൽമുളകും, 3 ടേബിൾ സ്പൂണ് കാഷ്യൂനട്ട്, 10 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, 2 തക്കാളി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി, അതുപോലെ തന്നെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഈ കാണുന്ന രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇതിലേക്കൊരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റുക. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂട് കുറയണം. എന്നിട്ട് മാത്രമേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ പാടുള്ളൂ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇതൊന്നും മാറ്റി വെക്കുക. ഇനി ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആകുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്കൊന്ന് കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു 3/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടിയും ചേർത്തിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആ ഒരു കാശ്മീരി മുളക് പൊടിയും ഈ ഒരു മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറില്ലേ, അതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഒന്നും കൂടി നമ്മൾ കുറച്ചും കൂടി വെള്ളം എടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ തന്നെ എടുക്കുക. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 3/4 കപ്പ് വെള്ളം അഡീഷണൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിളച്ച് വരും കേട്ടോ. ഒരു ബബിളൊക്കെ വരുതേ ഇതുപോലെ. ഈ ഒരു പാകമാകുമ്പോൾ മാത്രം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറല്ലേ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു സ്ലോ കുക്കിലൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ മൂടി നോക്കിയാൽ കാണാം, ഇതുപോലെ ബബിൾ വന്നിട്ട് നമ്മളിതെല്ലാം തെറിക്കുന്ന ആ ഒരു സ്റ്റേജാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ്, ആ ബട്ടറൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ പനീറൊക്കെ നല്ലപോലെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. സാധാരണ ഇതിൽ പഞ്ചസാരയൊക്കെ ചേർക്കാറുണ്ട്, അപ്പോൾ അതിന് പകരം നമ്മൾ ക്രീമൊക്കെ ആഡ് ചെയ്താലും മതി. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ അതെ, നമ്മുടെ ഈ ഒരു കറിയിലൊരല്പം മധുരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അതും നമ്മൾ ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റിലോ നമുക്ക് ഏത് കടയിൽ പോയാലും നമുക്ക് കിട്ടുന്ന സാധനമാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ആണോ നോക്കുക. എല്ലാം കറക്റ്റാണ്. ഇനി ഒന്ന് ഷോക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്രീം ഇതിൻ്റെ മുകളിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം. അതുവരേക്കും